ദേശീയപാതയിൽ വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്നും കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 60ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ 4 പേരെ ഉടൻ തന്നെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ മാസങ്ങളായി കലുങ്കിന്റെയും ഡ്രൈനേജിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എന്നാൽ റോഡരികിൽ പണി നടക്കുന്ന വിവരം യാത്രക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിൽ സുരക്ഷാ ബോർഡുകളോ മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. ആഴ്ചകൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് അപകടമുണ്ടായിരുന്നു. തുടർച്ചയായി അപകടങ്ങൾ നടന്നിട്ടും അധികൃതർ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വരുമ്പോൾ റോഡിൽ വർക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബോർഡ് ഉണ്ടായിരുന്നത് സൈഡിലായിട്ട് മാറ്റിവെച്ച രീതിയിലാണ് കണ്ടത്. ഫ്രീ ആയി കിടക്കുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ വന്ന് വെളിച്ചം കുറവായിരുന്നു. അതിലൊരു 3-4 പേർക്ക് നിസ്സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. അതെ അതെ അതെ. ഇല്ല, കണ്ടിട്ടില്ല. ഇതിങ്ങനെ വർക്ക് നടക്കുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിന്റെ സുരക്ഷ റോഡ് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല അവർക്കാണ്. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കുന്നത്. പലതും ചില സമയങ്ങളിൽ കാണൂല. രാത്രി ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കൊണ്ട് കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. വണ്ടിയിൽ ഒരു 60-65 പേരുണ്ടായിരുന്നു. വളാഞ്ചേരിയിൽ നിന്ന് കയറിയ ആളുകളുണ്ടായിരുന്നു. അതെ അതെ, ഒരാൾ. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.